എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെടുവാണ്. ഗോമതയുടെ ആ ഒരു നിമിഷം ചെയ്തു പോയതാണ്, പറഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷെ വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത ബാലിന്റെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ബാലിന്റെ കണ്ണുകളൊക്കെ അറിയാതെ നിറഞ്ഞൊഴുകുക. ആദ്യമായിട്ടാണ് ഗോമതി ഇങ്ങനെ പിണങ്ങി പോകുന്നത്. അത് ഇത്ര ദേഷ്യത്തിൽ പോയി ഇതുവരെ ബാലൻ കണ്ടിട്ടില്ല. താൻ പറഞ്ഞു പോയത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ചിന്ത ബാലിന്റെ മനസ്സിനെ അലട്ടുവാണ്. പിന്നീട് ബാലനവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ ഫുഡ് കഴിക്കണില്ലേ നിൽക്കും. എനിക്ക് വേണ്ടാന്ന് പറയാ. അച്ഛൻ ഫുഡ് കഴിക്കായിരുന്നോണ്ട് എന്താ? അതെ, അച്ഛൻ ഇങ്ങോട്ട് വാ. അമ്മ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും, അച്ഛൻ വന്ന് ഫുഡ് കഴിക്കാൻ പറയണ. എനിക്ക് വേണ്ടാന്ന് പറയണ. ബാലൻ ചെല്ലാനായിട്ട് കൂട്ടാക്കില്ല. ഈ സമയം ധർമ്മം വന്നിട്ട് മീനാക്ഷിയോട് പറഞ്ഞു, ഇനിയിപ്പം അളിയനെ നിർബന്ധിക്കേണ്ട കാര്യമില്ല, അളിയെ ഫുഡ് കഴിക്കാൻ വരത്തില്ല എന്ന് പറയണ. ബാലനൊന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോവാ. മുറിയിലേക്ക് പോയി കിടന്നിട്ട് ബാലന് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ഗോമതിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. താന് ഇത്രയും കാലം ചെയ്തു കൂട്ടിയതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നൊരു ചിന്തയൊക്കെ ബാലന്റെ മനസ്സിലേക്ക് ഉണ്ടാവുക. ഗോമതി ഇത്ര വാശി പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു, അതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും താൻ ചെയ്തില്ലോ എന്നൊക്കെ ബാലൻ സ്വയമേ അങ്ങ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാലും ബാലന്റെ നെഞ്ചിലാത്തൊരു നീറ്റലാണ്. ഗോമതി ഇല്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇന്ന് വരെ ഗോമതി പിണങ്ങി പോവോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ, അവിടെ ആയിട്ടും പിണക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഒരിടത്തും പോകാനൊരു ഇതില്ലാത്തതുകൊണ്ട് ഗോമതി ഇന്ന് വരെ ബാലിന്റെ അടുത്തൊന്നും മാറി നിന്നിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ബാലിനും ഉണ്ടായിരുന്നു താനും. കിടന്നിട്ടാണ് ഉറക്കവും വരുന്നില്ല, ഓരോരോ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നേ. ഇനിയിപ്പോ കല്യാണമാണ് വരാൻ പോകുന്നത്. കല്യാണത്തിന് സമയത്ത് എല്ലാരും അന്വേഷിക്കും ചെറുക്കന്റെ അമ്മ എന്തിയെന്ന്. അങ്ങനെ അന്വേഷിച്ച് ചെയ്യുമ്പോൾ താൻ എന്താ മറുപടി പറയണ്ടേ? പിണങ്ങിപ്പോയെന്ന് പറയണോ? ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഉദയഭാനു സാറിന്റെ വീട്ടിൽ നിന്ന് എന്തായിരിക്കും പ്രതികരണം? ഒരു പക്ഷെ അവര് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുവോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദിന്റെ വിവാഹം മുടങ്ങും. എല്ലാം ആകെപ്പാടെ അവതാളത്തിലാവും. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത വരുക. എന്നാ ഒരു കാര്യം ചെയ്ത് പോയി വിളിച്ചോണ്ട് വന്നാലോ? പക്ഷെ അങ്ങനെ വിളിച്ചോണ്ട് വന്നാൽ താൻ അവരുടെ മുന്നിൽ തോൽക്കുന്നതിന് തുല്യമല്ലേ? അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ബാലന്റെ ഉള്ളില്. ആ സമയം അതേ ടെൻഷൻ തന്നെയായിരുന്നു ഗോമതിക്കാണ് വല്ലാത്തൊരു വിഷമം. ഇത്രയായിട്ട് ബാലേട്ടൻ തന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഒന്ന് വിളിക്കായിരുന്നു. താൻ ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നാ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് വിളിക്കുമായിരുന്നെങ്കിൽ ഒത്തിരി സമാധാനം കിട്ടിയേനെ. പക്ഷേങ്കിലോ ബാലേട്ടൻ തന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അത്രയ്ക്ക് അന്യാണ് താന്. ഇത്രയും കാലം ബാലേട്ടനും വേണ്ടി മാത്രം ജീവിച്ചേ. ബാലേട്ടൻ പറയുന്നതിനപ്പുറം താൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴേക്കും മിത്ര വന്നിട്ട് പറഞ്ഞു, അല്ല അമ്മ ഇത് എന്താലോചിച്ചോണ്ടിരിക്കുക? കിടക്കണില്ലേന്ന് ചോദിക്കുക. ഞാൻ കിടന്നോളാം, അമ്മ ഇവിടെ ബെഡേ കിടന്നു, ഞങ്ങൾ അപ്പുറേ കിടന്നോളാം എന്ന് പറയണ. അല്ല മോളെ നിങ്ങൾ ഇവിടെ കിടന്നോ, ഞാൻ തറയെ കിടന്നോളാം എന്ന് പറയാ. അതൊന്നും വേണ്ട, ഞങ്ങൾ അവിടെ കിടന്നോളാം. അപ്പത്തേനും ആര്യം വന്നിട്ട് പറഞ്ഞു, ദേ അമ്മ ഇവിടെ കിടന്നോളാൻ പറയണ. ഗോമതി പറഞ്ഞു, ഞാൻ പിന്നെ കിടന്നോളാന്ന് പറയാം. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോന്ന് ചോദിക്കുക. ഒന്നുമില്ല അമ്മ, ഒന്നിനെ കുറിച്ച് ഇപ്പൊ തൽക്കാലത്തേക്ക് ചിന്തിക്കണ്ട. ഒന്നുമല്ലല്ലോ അമ്മ വന്നിരിക്കുന്ന ആരുടെ അടുത്തല്ലേ വന്നിരിക്കുന്നേ? അമ്മയ്ക്ക് പിന്നെ ടെൻഷനാണോ? ഓ ഇനിയിപ്പൊ അച്ഛനെ കാണാത്തന്നെ ടെൻഷൻ ആയിരിക്കില്ലേ? ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലാന്ന് പറയാം. പിന്നെ അമ്മയുടെ മനസ്സ് എനിക്ക് അറിയരുതോ? അമ്മ പുറമെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മയുടെ ഉള്ളു വേഗമാന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയാം. അവിടെ ചെന്ന് കഴിയുമ്പോ എന്നെ കുറിച്ചുള്ള ചിന്ത, ഇവിടെ വന്നു കഴിയുമ്പോ ദേവമംഗലത്തെ കുറിച്ചുള്ള ചിന്ത. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, പിന്നെ പോ ആര്യ, അമ്മയ്ക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, അമ്മേനെ വെറുതെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയാണ്. പിന്നീട് കിടന്നോളാൻ പറഞ്ഞിട്ട് മിത്ര ഇങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് ഗോമതി കിടന്നിട്ടും ഗോമതിക്ക് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാലേട്ട ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കുമോ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. അൻസറയുടെ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരിക. പോരാത്തന്നെ ആനന്ദിന്റെ കല്യാണം വരുന്നത്. താൻ കാരണം വിവാഹം അങ്ങനെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ? എത്രയോ കാലത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ആനന്ദിന്റെ ഒരു വിവാഹം ഒത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഉദയഭാനു സാറിന്റെ വീട്ടുകാർ അറിഞ്ഞാലോ? എന്നെങ്കിൽ ബാലേട്ടന് തന്നെ ഒന്ന് തിരിച്ചു വിളിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ആരിനെ ഒന്ന് വിളിച്ചോണ്ട് പോയാലും എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല. ഇപ്പൊ ഈ സമയത്ത് ആരിന് തുണയായിരിക്കേണ്ട താനാണ്. താൻ കാരണമാണ് ആരിന് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അവൻ പാവ, എന്നിട്ട് പോലും അവൻ്റെ ഒരു പരാതി തന്നോട് പറഞ്ഞില്ല. അവന് വേണേ പറയായിരുന്നു, ദേ അമ്മയാണ് എല്ലാത്തിനും കാരണക്കാരി, അമ്മ കാരണമാണ് തനിക്ക് ഈ വിധി ഉണ്ടായെന്നൊക്കെ. പക്ഷെ അവൻ അത് പറയാൻ കൂട്ടാക്കില്ല. അത് അവന്റെ നല്ല മനസ്സ്. അപ്പൊ ആ മനസ്സ് കാണേണ്ട പെറ്റമ്മയായ താനല്ലേ? ഇനിയും തനിക്ക് ആരിനെ ഇങ്ങനെ അകറ്റി നിർത്താണ്ട് കഴിയുമോ എന്നൊക്കെ ഓർത്ത് ഗോമതിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് മിത്ര നേരെ ആര്യന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ആര്യം ബെഡും ഷീറ്റും ഒക്കെ വിരിച്ച്, ബെഡല്ല ഷീറ്റൊക്കെ വിരിച്ച് മാന്യമായിട്ട് കിടക്കുവാണ്. മിത്ര വന്ന് തലവണി ഇട്ടിട്ട് പറഞ്ഞു, ഇച്ചിരി അങ്ങോട്ട് നീ കിടക്കാൻ പറയാണ്. നീ കിടക്കാൻ എങ്ങോട്ട്? ഞാനിവിടെയാ കിടക്കണേ. അതെ അപ്പച്ചി ആ ബെഡേ കിടക്കണേന്ന് പറയോ? ഇത് കേട്ടത് ആന്റി ഇച്ചിരി അങ്ങ് നീങ്ങി. ഓഹോ ഇത്രയും പോരാ, ഇത് പണ്ടാരണ്ട് പറഞ്ഞില്ല കേന്ദ്രഭരണ പ്രദേശം മൊത്തം അങ്ങോട്ട് കൈയടക്കി വെച്ചേക്കാണല്ലോ, കുറച്ച് അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ലേന്ന് ചോദിക്കും.
ഇത് കേട്ടത് ആര്യം പറഞ്ഞു, ഇത്ര സ്ഥലം പോരാ നിനക്ക് കിടക്കാനായിട്ട്, ഞാൻ ഇതിന് അറ്റത്താവുന്ന കിടക്കണമെന്ന് പറയണം. പിന്നീട് മിത്ര അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, അതേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്ത്? കിടക്കും നോക്കൊള്ളാം, പക്ഷെങ്കിൽ എന്റെ അടുത്ത് മുട്ടാനോ തട്ടാനോ ഒന്നും വന്നേക്കലെന്ന് പറയാം. ഓഹോ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, എണീറ്റ് പോയി വേറെ കിടക്ക്. അടുത്ത് കിടന്നാ ചിലപ്പോൾ മുട്ടീന്നും തട്ടീന്നും ഒക്കെ ഇരിക്കും, അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉറങ്ങിക്കഴിയുമ്പോഴത്തേനുവേ എങ്ങനെ കിടക്കണം എന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, ഞാൻ ഇത്തിരി നീ കിടന്നോളാം, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടാൽ മതി എന്ന് പറയാം. മിത്ര പറഞ്ഞു, ഗ്യാപ്പാ? നമ്മൾ തമ്മിലാ? അന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു മിത്ര ആ കൈയും കാലും ഒക്കെ എടുത്ത് ആരിന്റെ ദേഹത്തേക്ക് ഇടുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇത്ര ഗ്യാപ്പ് മതിയോന്ന് ചോദിക്കുക. നീ എന്താ കാണിക്കണേന്ന് ചോദിക്കും. അതെ, ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെയാ, എന്റെ അടുത്ത് കിടക്കുന്നവരുടെ മേത്തേക്ക് ചിലപ്പോ കൈയും കാലും ഒക്കെ എടുത്ത് ഇട്ടെന്നിരിക്കും. അതിനകത്തെ ഒന്നും പറഞ്ഞിട്ട് എന്നെ കാര്യമില്ലെന്ന് പറയണം. ഇവളുടെ ഒരു കാര്യം, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ഉറങ്ങിക്കോ, ഉറങ്ങല്ലേ ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കണം. പിന്നീട് ആരും എന്ത് ചെയ്യണം, ആ പുതപ്പ് തലവഴി മൂടി പുതയ്ക്കുകയാണ്. മിത്ര ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരിയുടെ മിത്രയും കൂടെ കിടക്കുവാണ്. പക്ഷെ അങ്ങനെ കിടന്നാലും രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മിത്രയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരികയാണ്. ഒരു പക്ഷേങ്കില് ആരിനും താന് അല്ല, ആരിന് ഇപ്പോഴും തന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ, ഇഷ്ടമൊക്കെ മനസ്സിലുണ്ട്, പക്ഷെങ്കിൽ തങ്ങൾ സ്നേഹിച്ചു വല്ല കല്യാണം കഴിച്ചിരുന്നെങ്കിലോ. ഇപ്പോഴും ആരിന് തന്നോട് ഇഷ്ടമില്ലാന്ന് തോന്നുന്നത്, വേറെ രീതിയിൽ ഒരു ഭാര്യ എന്നുള്ള രീതിയിലുള്ള ഇഷ്ടങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും. പെട്ടെന്നൊന്നും തന്നെ എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് ആരിന് പറ്റില്ലല്ലോ. അങ്ങനെ ഓർത്തോണ്ട് മിത്ര കിടക്കുവാണ്. ഈ സമയം ആരിന്റെ മനസ്സിലും വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിത്രയുടെ അടുത്ത് കിടക്കുന്നതിന്റെ ആയിട്ട് ആദ്യമായിട്ടാണെങ്കിൽ അടുത്തടുത്ത് കിടക്കണേ. ഇതിനു മുമ്പ് ഇങ്ങനെ കിടന്നിട്ടില്ല. പക്ഷെ ഗോമതി വന്ന് അത് ഉർവശി ശാവ ഉപകാരപ്രദമായെന്ന് പറഞ്ഞു കണക്ക് മിത്ര നോക്കിക്കഴിഞ്ഞപ്പോ ആരിനുമായിട്ട് ഒന്നുകൂടെ അടുക്കാനായിട്ട് ഒരു സാഹചര്യം ഏത്. അമ്മ എത്ര ദിവസം നിൽക്കുന്നോ അത്രയും ദിവസം താങ്കൾക്ക് ഒരുമിച്ച് കിടക്കാമെന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് വന്നു. കൂടുതൽ സുരക്ഷിതത്വമായിരിക്കും ആരിന്റെ അടുത്ത് കിടക്കുന്നത്. ഇത്രയും ദിവസം തന്നെയാ കിടന്നേ, അപ്പം വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും എന്നൊരുതി മിത്ര അങ്ങോട്ട് കിടന്നുറങ്ങുവാണ്. ഈ സമയം അനുശ്രീ ഉറങ്ങാതെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട്, മോളെന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കാം. എനിക്ക് ഉറക്കം വരുന്നില്ല മീനാക്ഷി ചേച്ചി എന്ന് പറയണം. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, മോൾ ഉറങ്ങാതെ എന്ത് വല്ല കാര്യമുണ്ടോ? അമ്മ ഇപ്പൊ അവിടെ കിടന്ന് ഉറങ്ങി കാണുമായിരിക്കും, മോള് കിടന്ന് ഉറങ്ങ്, നാളെ ഞാൻ അമ്മേനെ ഒന്ന് പോയി കാണാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് അനുസരി അങ്ങോട്ട് കിടത്തിയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം ആനന്ദിനാണ് വല്ലാത്ത ടെൻഷൻ, തന്റെ കല്യാണം മുടങ്ങുമോ എന്നൊരു ചിന്തയായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. ധർമ്മം ചോദിച്ചു, അല്ല നീ ഉറങ്ങുന്നില്ലേ ആനന്ദെന്ന് ചോദിക്കുകയാണ്. ഞാനോ ഉറങ്ങിക്കോളാം, മാമ കിടന്ന് ഉറങ്ങിക്കോളാം പറയണം. ഓ, ഇവന് ഉറക്കമില്ലാത്തൊരു ജീവി. ഓ, ഇനിയിപ്പം ഭാവി അത് വിളിക്കാനുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഒന്ന് പോ മാമ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഫോണുമായിട്ട് ആനന്ദം കൊണ്ട് മാറി വരുവാണ്. എന്നും വിളിച്ചു നോക്കിയാലും ശ്രീദേവിനെ ഈ സമയത്ത് വിളിക്കുന്നത് ശരിയാണോ? എന്നാലും കുഴപ്പമില്ല, ഒന്ന് വിളിച്ചു നോക്കാം, ഒരു മിസ് കോൾ അടിച്ചു നോക്കാം. അപ്പൊ ഉറങ്ങിയിട്ടില്ലേ ചിലപ്പോൾ തിരിച്ച് മിസ് കോൾ വരുമല്ലോ എന്ന് കരുതിയിട്ട് ആനന്ദ് ഒരു മിസ് കോൾ അടിച്ചു നോക്കുകയാണ്. ആ സമയത്ത് ശ്രീദേവി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മിസ് കോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഒരു ടെൻഷൻ, തിരിച്ച് വിളിക്കണോ വേണ്ടയോ എന്ന സംശയം. അമ്മ പറഞ്ഞേക്കുന്ന വിളിക്കണോ എന്നാ പറഞ്ഞിരിക്കുന്നത്, വിളിച്ചേക്കാന്ന് എഴുതി വിളിക്കുകയാണ്. പെട്ടെന്ന് ആനന്ദ് ചോദിച്ചു, ഉറങ്ങിയില്ലായിരുന്നു ചോദിക്കാം. ഇല്ല ഉറങ്ങിയില്ലായിരുന്നു, കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പറയാം. എന്താ ആനന്ദേട്ടാ ഈ സമയം എന്താ വിളിച്ചേന്ന് ചോദിക്കും. വെറുതെ ഞാൻ വിളിച്ച ശ്രീദേവിയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയാണ്. അല്ല ആനന്ദേണ്ട എന്തു പറ്റി, സൗണ്ടിനൊക്കെയൊരു വ്യത്യാസം? ഒന്നുമില്ലാന്ന് പറയാണ്. പിന്നീട് ആനന്ദ് ഓർത്ത് പറയണോ വേണ്ടയോ, അമ്മ പിണങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ ഒരു ടെൻഷനായി. അവസാനം ആനന്ദ് പറയാൻ തന്നെ തീരുമാനിച്ചു. ആനന്ദ് പറഞ്ഞു, എനിക്ക് ശ്രീദേവിയുടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. എന്താ പറയാനുള്ളത്? അത് പിന്നെ നമ്മൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്നവരല്ലേ, നമ്മൾ തമ്മിൽ ഒരു രഹസ്യങ്ങളും പാടില്ല, എന്തുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കാൻ തുറന്നു പറയണമെന്ന് പറയാ. ഇത് കേട്ടതും ശ്രീദേവിയുടെ നെഞ്ചിനകത്തൊരു പെടച്ചിലുണ്ടായി. എന്താ ആനന്ദേട്ടാ ഞാൻ കാര്യം എന്താന്ന് ചോദിക്കോ. അത് പിന്നെ അമ്മയുണ്ടല്ലോ, അമ്മ ഇന്ന് അച്ഛനുമായിട്ട് ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടാക്കി ആരിന്റെ അടുത്തേക്ക് പോയെന്ന് പറയാണ്. വഴക്കുണ്ടാക്കി പോയോ? അല്ല മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരിനും ഇത്ര ഞങ്ങളോട് എല്ലാം താമസിക്കണേന്ന്, അവര് വേറെ താമസിക്കണേന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആരിനെ ഇങ്ങോട്ട് വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ അച്ഛനോട് വഴക്കുണ്ടാക്കി. അവസാനം അമ്മ ആരിന്റെ അടുത്തേക്ക് പോയെന്ന് പറയാ. ഇത് പറയാതിരുന്ന എനിക്കൊരു സമാധാനക്കേടായിരിക്കും. നാളെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയില്ലേ ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. ഇത് കേട്ടത് ശ്രീദേവിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. കാരണം ഇത്ര ഓപ്പൺ ആയിട്ടാണ് ആനന്ദേട്ടൻ സംസാരിക്കുന്നത്. മനസ്സിലാണെങ്കിൽ ഒരു കളങ്കം പോലും ഇല്ലാതെയാ. അപ്പൊ താൻ ഇത്രയും വലിയ കള്ളത്തരം ചെയ്തിട്ടല്ലേ താൻ ആനന്ദേട്ടന്റെ മുന്നിൽ നിൽക്കുന്നെന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേനും ശ്രീദേവിക്ക് സഹിച്ചില്ല. അല്ല എന്താ ശ്രീദേവി, ദേവി എന്താന്നും മിണ്ടാത്തേന്ന് ചോദിക്കാൻ. ഒന്നുമില്ല, ഒരുപക്ഷെ ശ്രീദേവിയുടെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന എനിക്ക് അറിയത്തില്ല, കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രീദേവിക്ക് എന്ത് മറുപടി പറയാൻ നടത്തില്ല. അങ്ങനെയൊന്നും ഇല്ല ആനന്ദേട്ടാ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. എനിക്കോ എന്തോ ഓർത്തിട്ടൊരു പേടി, പറയണോ വേണ്ടേന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഓർത്ത് പറയാതെ മറച്ചു വെച്ചിട്ടും കാര്യമില്ലോ, അതുകൊണ്ടാ. പിന്നെ കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ സ്വഭാവം ആയതുകൊണ്ട് അമ്മയും അച്ഛനും അധികം പിണങ്ങിയിരിക്കത്തൊന്നുമില്ല. ഇന്ന് വരെ അവര് മാറി നിന്നിട്ടില്ല. ആദ്യമായിട്ടാ. നാളെ മിക്കവാറും അമ്മ ഇങ്ങോട്ട് തിരികെ വരുമെന്ന് പറയാം.
അച്ഛനെ കാണാതെ അല്ലെങ്കിൽ ദേവമംഗലത്തെ ഇല്ലാതെ അമ്മയ്ക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. നാളെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നൊരു സന്തോഷം ആനന്ദന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ശ്രീദേവി പറഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമല്ലേന്ന് ചോദിക്കുക. ആനന്ദ് പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ എന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഇതുവരെയായിട്ടും അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം. അച്ഛൻ എന്ത് പറയുന്നോ അത് അമ്മ അനുസരിക്കും. അതുപോലെയാ എനിക്കും ആഗ്രഹമുണ്ട്, നമ്മൾ തമ്മിൽ ഒരിക്കലും വഴക്കൊന്നും ഉണ്ടാക്കില്ല, നല്ല സ്നേഹത്തോടെ തന്നെ പോണെന്ന് എന്റെ ആഗ്രഹമാണ്. എന്റെ അച്ഛനും അമ്മനെ പോലെ നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്റെ ആഗ്രഹം എന്ന് പറയാം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ താൻ ചതിക്കുന്നതെന്ന് ഓർത്തിട്ട്. പിന്നീട് ശ്രീദേവി പറഞ്ഞു, ശരിയാണ് ചേട്ടാ, ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിക്കണം. ശരി, അന്ന് ഞാൻ നാളെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഒന്ന് പൊട്ടിക്കരയാൻ തോന്നി. താൻ ഇത്രയും വലിയ ചതി ചെയ്തിട്ട് എങ്ങനെ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നേലും? ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും പ്രതികരണം? ഇത്രയും തന്നെ സ്നേഹിച്ചിട്ടും താൻ ഈ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചല്ലോ എന്ന് ഓർത്തിട്ട് തന്നോട് ദേഷ്യമായിരിക്കോ, തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിനെ അലട്ടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.